വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഫുൾ മൂൺ ആണ്. ഇപ്പോൾ ഫുൾ മൂൺ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നല്ലത് വരാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു കൊടുങ്കാറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ അത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് ഏത് പ്രശ്നം ആയിക്കൊള്ളാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മാറ്റർ ആയിരിക്കാം, കരിയർ സംബന്ധമായിട്ടുള്ള മാറ്റർ ആയിരിക്കാം, എന്തായിക്കൊള്ളട്ടെ. ആ ഒരു വലിയൊരു പ്രശ്നം നിങ്ങൾ ഒന്നുകിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ട് ഇരിക്കുന്നതായിരിക്കാം, ഇല്ല എങ്കിൽ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് സഡനായിട്ട് അവിടെ നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ. അതായത് ജോബ് വരെ പോവും എന്നുള്ള തോന്നൽ. ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തുന്നു ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു, എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഈ ജോലി ഉപേക്ഷിക്കുന്ന നല്ലത്. അത്രമാത്രം പ്രഷർ വരണം. സഡനായിട്ടായിരിക്കും ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നം നിങ്ങൾ നേരിടുന്നത്. ഇവിടെ ഓരോ പ്രശ്നങ്ങളും അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ്, അതായത് എൻഡാവും എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ കാരണം നിങ്ങളുടെ ആ ഒരു വിഷിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് റിലീസാക്കുന്നത് ദൈവം. അതായത് ചിലത് നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ചിലത് ലഭിക്കുന്നത്, പുതിയത്. അപ്പോൾ അതിലായിരിക്കാം നമ്മുടെ സക്സസ് ഉള്ളത്. അതുകൊണ്ടാണ് ദൈവം മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ അടുത്തുനിന്ന് ഇല്ലാതാക്കി കളയുന്നത്, നഷ്ടപ്പെടുത്തി കളയുന്നത്. പക്ഷേ പിന്നെ നമ്മൾ അതാലോചിച്ച് വിഷമിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു കാര്യം ലഭിക്കും. അത് ലഭിക്കുമ്പോൾ നമ്മൾ പോയ കാര്യത്തിനെ കുറിച്ച് ഓർമ്മിക്കത്തില്ല. പിന്നെ ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഇതിലെങ്ങനെ സക്സസ് കൊണ്ടുവരാം, അങ്ങനെ ചിന്തിക്കുക. അതേപോലെ നിങ്ങൾക്കും എന്തോ ഒരു പുതിയ കാര്യം ലഭിക്കാൻ വേണ്ടിയാണ് പഴയ ഒരു കാര്യം നഷ്ടപ്പെടുത്തിയത് ദൈവം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു കാര്യം എല്ലാം ഒരു വിധത്തിൽ നല്ലതാക്കി കൊണ്ടുവരുമ്പോഴായിരിക്കും ആ ഒരു കാര്യം മോശമാകുന്നത്. പിന്നെ എങ്ങനെയാണ് ആ മോശമായ കാര്യം വീണ്ടും നേരെയാകുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ വേണ്ടി ചില കാര്യങ്ങൾ മോശമായിട്ട് പിന്നെ നേരെയാകും എന്നാണ് ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് 969 ആ ഒരു എനർജി കുറേ നാളായിട്ട് കാണുന്നുണ്ടാകും. പക്ഷേ കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ലായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ വിഷമം വരികയാണ്. ഈ നമ്പർ കാണുമ്പോൾ നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവുമെന്നല്ലേ റീഡിങ്ങിൽ പറഞ്ഞു, പക്ഷേ എനിക്കൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ 969 ഒക്കെ ഒരു ബാലൻസ് ആദ്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടാണ് ഒരു ചേഞ്ചസ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം ഒരു ബാലൻസാണ് നിങ്ങൾക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു നമ്പർ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ആ ഒരു മോശം അവസ്ഥയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ജീവിത അവസാനം വരെ ആ ഒരു സന്തോഷം വേണം. അല്ലാതെ കുറച്ച് സമയത്തേക്ക് തന്നിട്ട് പിന്നെ എടുക്കാനാണെങ്കിൽ പിന്നെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആണ് ദൈവം ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനം വരെ ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷ് മാത്രമല്ല ഉള്ളത്, ആ ഒരു വിഷിൻ്റെ കൂടെ ഒത്തിരി വിഷ് കണക്റ്റായിട്ടിരിക്കുന്നു. അതായത് ഒരു വലിയ വിഷ് ലഭിച്ചാൽ നിങ്ങൾക്ക് പല പല വിഷസും പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വിഷാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി മാത്രം വിഷ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെയും വിഷ നിങ്ങൾ കാരണം പൂർത്തിയാകണം. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അത്രമാത്രം ആത്മാർത്ഥതയാണ് ഉള്ളത് നിങ്ങളുടെ കൂടെ ഉള്ളവരോട്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥ ദൈവം ഉറപ്പായിട്ടും കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് അത്രമാത്രം വീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അതായത് വിനാശം, എല്ലാം നശിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വന്ന് നല്ലൊരു സക്സസ്സിലേക്ക് നിങ്ങൾ പോകുന്ന അവസ്ഥ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇനി എപ്പോഴാണ് എല്ലാം നേരെയാകുന്നത്? ഇവിടെ എനിക്ക് എല്ലായിടത്തും നോക്കിയാലും പ്രശ്നങ്ങൾ, നാല് ചുറ്റും പ്രശ്നങ്ങൾ, നടുവിൽ ഞാനും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. പക്ഷേ ഇവിടെ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവം പല മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ അടഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒത്തിരി കരഞ്ഞു എന്ന് വെച്ചാൽ ഒത്തിരി കരഞ്ഞു. പല അസന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തുലിത അവസ്ഥ വരാൻ പോവുകയാണ്. അതായത് ഒരു ബാലൻസ് വരാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ മുന്നിൽ വാതിൽ അടയുകയല്ല ചെയ്യാൻ പോകുന്നത്, തുറക്കാനാണ് പോകുന്നത്.
ചില സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരും, അടഞ്ഞ വാതിലുകൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അടഞ്ഞ വാതിൽ കാണും. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പവർ കൂടുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, അടഞ്ഞ വാതിലാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പക്ഷേ വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. അതിൻ്റെ ആ ഒരു ഇതാണ് ദൈവം കാണിച്ചു തരണം നിങ്ങളുടെ ആ ഒരു മനസ്സിൽ. കാരണം നിങ്ങൾ ഒരേ സ്വഭാവത്തിലുള്ള ഒത്തിരി ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ആൾക്കാർ തന്നെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരും നിങ്ങളെ ചതിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ ദയവേത് ഇനി എൻ്റെ ലൈഫിൽ വരരുതേ എന്നാണ് നിങ്ങളിപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നല്ലൊരു ജോബ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇല്ലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ന്യായം ഉണ്ടാവണം. അതായത് നിങ്ങൾ ഒത്തിരി അനീതി അനുഭവിച്ചവരാണ്. ഒരു ന്യായം ഉണ്ടാവണം നിങ്ങൾക്ക്. അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വിഷ് എന്താണോ ആ ഒരു വിഷ് ഫുൾഫിൽ എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും. ഈ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു ഇതായിട്ട് വരുന്ന ഏറ്റവും വലിയ മാറ്റം അതാണ്. ഇനി ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ബിസിനസ്സിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരാളുടെ ആ ഒരു കഠിനാധ്വാനം കൊണ്ട് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലുള്ളവരും എല്ലാം സന്തോഷിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യമില്ല. ആ ഒരു ഈർഷ്യാഭാവം മാറിയിട്ടുണ്ട് നിങ്ങളുടെ. ഇവിടെ മോശമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റിവിറ്റി വരും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെയുള്ള മോശമായിട്ടുള്ള ആൾക്കാർ തനിയെ തന്നെ നിങ്ങളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു പോസിറ്റിവിറ്റി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ലൈഫിൽ ഇനി ആരും നിങ്ങളെ ദേഷ്യത്തോടെ നോക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് മോശം ആൾക്കാർ പോവുകയും ചെയ്യും. ഇനി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളെ എപ്പോഴും അവർ കുറ്റപ്പെടുത്തുന്നു. ഇനി ഒരു ഫുൾ മൂൺ കഴിഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ, അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ മനസ്സിലാക്കും. ഇനി അവർ നിങ്ങളോട് ദേഷ്യം വയ്ക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ആകരുത് നിങ്ങൾക്ക്. കാരണം നിങ്ങളെക്കൊണ്ട് ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവും ധൈര്യവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക. അവർ ഉറപ്പായിട്ടും വഴിയെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഫുൾ മൂണിന് ശേഷം ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ കഠോരമായിട്ടുള്ള ഒരു ഭാവം ആയിരിക്കും എടുക്കുന്നത്. അതായത് എനിക്കത് വേണമെന്ന് വെച്ചാൽ വേണം, ഞാൻ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അങ്ങനൊരു ഭാവം നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോളിലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പാസ്റ്റിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എത്ര തന്നെ റീഡിങ്ങിൽ പറഞ്ഞാലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ ആ ഒരു കാര്യത്തിലൊരു മാറ്റം ഉണ്ടാകും. അതായത് നിങ്ങൾ പാസ്റ്റിലെ എല്ലാ കാര്യങ്ങളും മറന്നിട്ട് പുതിയ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ചേഞ്ചിൽ ഇട്ട് പോകുകയാണ്. അതായത് ഒരു റിക്കവറി നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ബാലൻസ് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫുൾ മൂണിന് ശേഷം. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇച്ഛാശക്തി കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഫുൾ മൂണിന് ശേഷം. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു ഇത് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൂടെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുടെ ആഗ്രഹം ഉറപ്പായിട്ടും ദൈവം പൂർത്തിയാക്കി കൊടുക്കും. ഇവിടെ ദൈവം നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം, അതായത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരുടെ ആഗ്രഹം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹമാണ് ദൈവത്തിന് നിങ്ങളെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും വേണ്ട, ഇത് നിർത്തുക, എനിക്കിനി ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ ഒരു പരിവർത്തനം നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നി നിങ്ങൾ പാസ്റ്റിലേക്കുള്ള ആ ഒരു ചിന്ത സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു.
ഇനി നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് എവിടെ ഞാൻ തെറ്റ് ചെയ്തു, ആ ഒരു തെറ്റ് നേരെയാക്കിയിട്ട് എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകണം, എവിടെയാണ് എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി സ്വയം നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസം കഴിയും തോറും നിങ്ങൾ കൂടുതൽ ഗ്രോത്തിലേക്കാണ്, നല്ലതിലേക്കാണ് പോകുന്നത് എന്ന് ഇവിടെ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട്. എൻ്റെ ലൈഫിൽ നിന്ന് അന്ധകാരം മാറി ആ ഒരു സൂര്യപ്രകാശം വന്നു തുടങ്ങിയെന്ന്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഹീലിംഗ് ലഭിക്കുന്നത്, ആ രീതിയിൽ നിങ്ങളെ ഹീലിംഗ് ആക്കാനാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു ഹീലിംഗ് ലഭിക്കുമെങ്കിൽ അങ്ങനെയും ദൈവം ഹീലിംഗ് ലഭിക്കാൻ വേണ്ടി ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ചില കാര്യങ്ങളിൽ ന്യായം സംഭവിച്ചാൽ നിങ്ങൾക്ക് ഹീലിംഗ് ലഭിക്കുമെങ്കിൽ അങ്ങനെയും ന്യായം സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഹെൽത്ത് സംബന്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഇതിലും ഒരു മാറ്റം ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എത്ര ആഹാരം കഴിച്ചാലും ശരീരത്തിൽ അത് ഉണ്ടാവുന്നില്ല, അതിൻ്റെ ആ ഒരു എഫക്റ്റ്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആ ഒരു എഫക്റ്റ് വരുന്നുണ്ട് എന്ന്. ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു റിക്കവറി ഉണ്ടാവുന്നതാണ്. ഇനി ശരീരത്തിൽ നിന്ന് ആ ഒരു ക്ഷീണം, ആ ഒരു തളർച്ച അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ഫുൾ മൂണിന് ശേഷം. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഈ ഒരു റീഡിങ്. ഞാൻ അന്ന് ഒരു ദിവസം ചെയ്തപ്പം എത്ര പേരെന്നോ പറഞ്ഞത് ക്ഷീണവും തളർച്ചയും തലകറക്കവും അത് ഈ ഒരു ഫുൾ മൂണിന് ശേഷം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും റീഡിങ്ങിൽ പറയുന്ന കാര്യമാണ്, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പടികളായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതായത് സ്വപ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ടുള്ള മൊബൈലിലോ ഇങ്ങനെ പടികളുടെ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ പൈസയുടെ ആ ഒരു ഇമേജ്, കോയിൻസിൻ്റെ ഇമേജ് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലാഭം വരാൻ പോകുകയാണ്, ക്യാഷ് വരാൻ പോകുകയാണ് എന്നാണ്. ഇനി നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു വാശി ഉണ്ടാകും. അതായത് എനിക്ക് എൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കണം, അതിന് വേണ്ടി ഞാൻ വാശിയുള്ളതായിട്ട് മാറിയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഒരു വീറും വാശിയും നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചും നിങ്ങളുടെ ആ ഒരു സമയം, വിലപ്പെട്ട സമയത്തെക്കുറിച്ച് ആലോചിച്ചും ഭയങ്കരമായിട്ട് ജാഗരൂകരായിരിക്കുകയാണ്. അതായത് ഒരു നിമിഷം പോലും കളയാനില്ല, എനിക്ക് എൻ്റെ ഫ്യൂച്ചർ സ്റ്റേബിൾ ആക്കണം, അങ്ങനൊരു മൈൻഡിൽ നിങ്ങൾ ആയി. ഇനി നിങ്ങളുടെ ആ ഒരു ദിനചര്യ, അതായത് എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട, നമ്മുടെ ശരീരത്തിന് ഹാനികരമായത് ഏത്, അങ്ങനെയൊക്കെ നോക്കി നിങ്ങൾ ഓരോന്ന് റൊട്ടീൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇന്ന സമയം എനിക്ക് ഇന്ന ജോലി ചെയ്യണം, ഇന്ന സമയം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും, ഇന്ന സമയം വീണ്ടും എനിക്ക് ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്ര ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ നല്ല രീതിയിൽ അറിയാമായിരിക്കും. നെക്സ്റ്റ് നിങ്ങളുടെ ആ ഒരു സംസാര രീതി, നിങ്ങൾ വളരെ സ്നേഹത്തിലായിരിക്കും എല്ലാവരോടും സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങളുടെ ഓർ അത്രമാത്രം പ്രഭാവം ഉള്ളതായിരിക്കും. അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, അതായത് ഞാൻ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്നു, എന്നോടും തിരിച്ച് അവർ അങ്ങനെ തന്നെ സംസാരിക്കണം. അതായത് ഈക്വാലിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഫുൾ മൂണിന് ശേഷം ഒരു പഴയ ഒരു മിത്രം, നിങ്ങളുടെ വളരെ പഴയ മിത്രം, ചിലപ്പോൾ സ്കൂളിലോ കോളേജ് ടൈമിലോ ഉള്ള ആളായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മിത്രത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ വന്ന് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് നിങ്ങൾ പോകുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരൊക്കെയാണോ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയത് അവരുടെ എല്ലാം യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ആൾക്കാരുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഫുൾ മൂണിന് ശേഷം. നിങ്ങളുടെ മുന്നിലല്ല, ഈ ഒരു ആൾക്കാരുടെ മുന്നിൽ, അതായത് ഈ ലോകത്തിന് മുന്നിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വന്തം തെറ്റ് കാരണം തന്നെയാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഈ ലോകം അറിയാൻ പോകുന്നത്. അവർ സ്വയം എന്തോ ഒരു തെറ്റ് ചെയ്യും, അതിലൂടെ എല്ലാവർക്കും ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും. ഇവിടെ നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫേവറിൽ വരുന്നത് കൊണ്ടാണ് ന്യായം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഒത്തിരി നിങ്ങളെ ദ്രോഹിച്ച് വിഷമിപ്പിച്ചു, അപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിഞ്ഞു, പക്ഷേ ഈ ലോകം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ ലോകത്തിന് മുന്നിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇനി വേറൊരു വ്യക്തി ഇവർ ചതിക്കാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ന്യായം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സത്യം എന്താണെന്ന് ലോകം മനസ്സിലാക്കുകയും മറ്റൊരാളുടെ കള്ളം എന്താണെന്ന് ലോകം മനസ്സിലാക്കുകയും ചെയ്യും. ഒരു വ്യക്തി ഒരു കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ വിചാരിക്കുന്നത് എൻ്റെ കള്ളത്തിന് ഒരിക്കലും പിടിക്കത്തില്ല എന്ന്. പക്ഷേ ഒരു ദിവസം വരും, എല്ലാവർക്കും ഒരു ദിവസമുണ്ട്, ആ ഒരു ദിവസം വന്നിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു കള്ളത്തനം ഈ ലോകത്തിൻ്റെ മുന്നിൽ വരാൻ പോകുകയാണ്.
ഇവിടെ ഒരു കള്ളം പറയുന്ന വ്യക്തി എപ്പോഴും ഒരു കള്ളം മറയ്ക്കാൻ വേറൊരു കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് എപ്പോഴും ഏത് കള്ളം പറഞ്ഞെന്ന് ഓർമ്മ പോലും കാണത്തില്ല. പക്ഷേ ഒരു നല്ലത് പറയുന്ന വ്യക്തിക്ക് എപ്പോഴും എല്ലാ കാര്യവും ഓർമ്മയുണ്ടാവും. കാരണം അവർ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തി ഇപ്പോൾ ഇവരുടെ ആ ഒരു കള്ളത്തനം കൊണ്ട് തന്നെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഈ ലോകത്തിൻ്റെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഒരു വ്യക്തിയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ലോകത്തിലുള്ളവർ മനസ്സിലാക്കും നിങ്ങൾ ആരാണ്, ആ ഒരു വ്യക്തി ആരാണ് എന്ന്. ഇനി നിങ്ങൾക്ക് ഫേവറായിട്ട് മാത്രമേ എല്ലാവരും ചിന്തിക്കുകയുള്ളൂ. കാരണം ഇവരുടെ സത്യാവസ്ഥ പുറത്തു വന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സമൂഹത്തിൽ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ഇനിയും മറ്റുള്ളവരുടെ ആ ഒരു തെറ്റിദ്ധാരണ, നിങ്ങൾക്കെതിരെയുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളുടെ ലൈഫിനെ തന്നെ മോശം അവസ്ഥയിലാക്കാൻ, നിങ്ങളുടെ ലൈഫ് തന്നെ സ്പോയിലാക്കാൻ ശ്രമിച്ചു. അവർ നിങ്ങളുടെ ലൈഫ് വെച്ച് കളിച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ലോകത്തിൻ്റെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെ എന്തുമാത്രം ഇവർ ദ്രോഹിച്ചെന്ന് മറ്റുള്ളവരെല്ലാം അറിയാൻ പോവുകയാണ്. ലൈഫിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾക്ക് ഫേവറായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതൊരു മിറാക്കിൾ തന്നെയാണ്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ലെസ് ആയി തോന്നിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ആ ഒരു ശക്തി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സമയം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കും പോലെ നടക്കും. നിങ്ങൾ ഈശ്വരൻ വിശ്വസിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങളുടെ സത്യം ലോകത്തിൻ്റെ മുന്നിൽ വരും. മറ്റൊരാളുടെ കള്ളവും ലോകത്തിൻ്റെ മുന്നിൽ വരും. ഈ ഒരു ന്യായം നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് ഒത്തിരി സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ ഇപ്പോഴേ നിങ്ങളുടെ ആ ഒരു വിജയത്തിന് വേണ്ടി തയ്യാറായിരുന്നോളൂ നിങ്ങൾ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കരുത്. അതായത് അവരുടെ കൂടെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നാലോചിച്ച്, മറിച്ച് നിങ്ങൾ വിചാരിക്കേണ്ടത് മറ്റൊരാളുടെ കൂടെ ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടി നിങ്ങൾ ഈ ഒരു കാര്യം പുറത്ത് വന്നതിൽ സന്തോഷിക്കുക. ഇവിടെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടായിട്ടും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ മറ്റുള്ളവരുടെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു. അങ്ങനെ എന്തോ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആശീർവാദമാണ് ഈ ഒരു ന്യായം മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തി ദൈവം കണ്ടു. കാരണം നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ ആ ഒരു കുറവുകൾ നികത്താൻ നിങ്ങൾ ശ്രമിച്ചു. അത് ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ചിന്താഗതി അതാണ് നിങ്ങൾക്ക് ജാക്ക്പോട്ടായിട്ട് വരുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലൊരു കർമ്മമാണ്, നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നമ്മളുടെ ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് കിട്ടുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ വാക്കുകളും പല ആൾക്കാർക്കും ഹീലിംഗ് ലഭിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് തോന്നും എന്ത് നല്ല ചിന്താഗതിയാണ് ഇവരുടേതെന്ന്. അതേപോലെ ദൈവത്തിനും തോന്നും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി, നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ നിന്നുണ്ടായ ആ ഒരു ഭാവം, അതെല്ലാം ദൈവത്തിനും ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും മാറുന്നതാണ്. അതിൻ്റെ ആ ഒരു തുടക്കം ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഉണ്ടാവുന്നതാണ്. ഇത് 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നടക്കുക. പക്ഷേ ഇതിന് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്, നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ തെറ്റായിട്ട് വഴി കൂടെയാണോ പോകുന്നത് എന്ന്. അപ്പോൾ അതിനുത്തരം, നിങ്ങൾ ജോഡിയായിട്ട് പക്ഷികളെ കാണുക, ജോഡിയായിട്ട് മറ്റ് മൃഗങ്ങളെ കാണുക, ഇല്ലെങ്കിൽ ശിവശക്തിയോട് ഭയങ്കരമായിട്ട് ഒരു ആരാധന തോന്നുക, ഭക്തി തോന്നുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നേരിട്ട്, അല്ലെങ്കിൽ പിക്ചേഴ്സിൻ്റെ രൂപത്തിൽ മൊബൈലിലോ ടി വിയിലോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ പോകുന്ന വഴി ശരിയാണ്. പിന്നെ 2 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാത ശരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിൽ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത്ര പവർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് അത്രമാത്രം പവറുണ്ട്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു ലയൻ്റെ പോലത്തെ ആ ഒരു കോൺഫിഡൻസ് ലെവലാണ്. നിങ്ങളുടെ ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഒരു ലയനെ പോലത്തെ ഒരു ഊർജ്ജമാണ്. കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ വാക്കുകൾ പറയത്തില്ല, നിങ്ങളുടെ ആ ഒരു നോട്ടം മതി അവർക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഇനി നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് പേടിയാണ്, പവറില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ആരുടെയും സപ്പോർട്ടില്ല, ഹെൽപ്ലെസ് ആയിട്ട് അങ്ങനെ ഒന്നും തോന്നരുത്. ഒരു ലയണിൻ്റെ ആ ഒരു ഊർജ്ജവും അതിൻ്റെ ആ ഒരു പവറും എല്ലാം നിങ്ങളിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക.
ചില സമയം സെൽഫ് കോൺഫിഡൻസ് തകർന്നു പോകുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ സഹായിക്കുക, അത്രത്തോളം ബൂസ്റ്റ് ആക്കുക നിങ്ങളുടെ എനർജിയെ നിങ്ങൾ. അതായത് ചില സമയം ഗ്രഹങ്ങളുടെ ആ ഒരു മോശം കാരണം നമുക്ക് അങ്ങനെയൊക്കെ സമയം വരും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തകർന്ന അവസ്ഥയിലോട്ട് പോകും. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കവർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അത് പുറത്ത് വരുമ്പോൾ നല്ലൊരു ചിത്രശലഭമായിട്ട് പുറത്ത് വരത്തില്ലേ? അതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങൾ പുറത്ത് വരുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രശലഭമായിട്ടായിരിക്കും പുറത്ത് വരുന്നത്. ഒരു പുഴു എങ്ങനെ ചിത്രശലഭമായിട്ട് ട്രാൻസ്ഫറായി വരുന്നു, അതേപോലെയാണ് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷനും. അപ്പം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിലായി പുറത്ത് വരാനായിട്ട്. നിങ്ങളുടെ സ്വന്തം മിത്രം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഊർജ്ജത്തെ ബാലൻസിൽ എപ്പോഴും ഇരുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു രീതിയിലുള്ള നെഗറ്റിവിറ്റിയും ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്കിപ്പോഴും ഒരു പേടിയാണ്, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ സേഫാണോ, നിങ്ങൾ സേഫാണോ എന്ന്. നിങ്ങളും സേഫാണ്, നിങ്ങളുടെ ഫ്യൂച്ചറും സേഫാണ്. ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ മേലുമുണ്ട്. ഇവിടെ എന്തെങ്കിലും മന്ത്രം ഉച്ചാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ ഉച്ചാരണം നടത്തിക്കൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ദൈവത്തിനോട് കൂടുതൽ ഭക്തി ഉണ്ടെങ്കിൽ ആ ദൈവത്തിനോട് എല്ലാ കാര്യവും തുറന്ന് പറയുക. അപ്പോൾ അവർ തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ആ ഒരു പ്രൊട്ടക്ഷൻ വരുത്തുന്നതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ മാറ്റുന്നതും. ഇനി ഈ ഫുൾ മൂണിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ മോശ സ്വഭാവം എന്താണോ അത് ലോകം അറിയാൻ പോകുകയാണ് എന്ന്. അപ്പോൾ അത് ചിലപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ നടക്കും. പക്ഷെ നിങ്ങൾ അറിയുന്നത് 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം അപ്പോൾ നിങ്ങൾ അറിയത്തില്ല, പിന്നെ ആയിരിക്കും നിങ്ങൾ അറിയുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു ന്യായം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും, എൻ്റെ കൂടെ എന്തോ ഒരു ന്യായം സംഭവിച്ചു, പക്ഷെ അതെനിക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ പല പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ നിങ്ങളുടെ മിത്രമണ്ഡലിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ മിത്രവുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പല പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഫ്രണ്ട്സിൽ നിന്ന് നല്ലൊരു ഐഡിയ ലഭിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിന്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുക, നല്ലൊരു ഡീല് നിങ്ങൾക്ക് കിട്ടുക, അങ്ങനെയൊക്കെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഒത്തിരി പേരും പ്രശസ്തിയും ലഭിക്കും. നിങ്ങൾക്ക് മറ്റൊരാളോടുള്ള ആ ഒരു പെരുമാറ്റം അത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു പ്രഭാവം തോന്നും, ഒരു റെസ്പെക്റ്റ് തോന്നും. എന്ത് നല്ല ഒരു പെരുമാറ്റമാണ് ഇവരുടേത് എന്ന്. കൂടാതെ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.